ക്ലാസ്സിലെ കുട്ടികളെല്ലാം അങ്ങനെ പറയാം, തീവ്രവാദിന്റെ മോള് വരുന്നുണ്ട്. ഒരാളെ ഇങ്ങനെ വെറുതെ നമ്മളെ കുട്ടിക്കാലോ നമ്മളെ ഇതും എല്ലാം നമ്മളെ ഉപ്പ ഇല്ലാണ്ട് നമ്മൾ കഴിച്ചു വിട്ടു. ഇനി ഒരാൾക്ക് ഇതുപോലത്തെ ഒരു വിധി വരരുത്. ഒരു മക്കൾക്ക് ഉപ്പ ഇല്ലാണ്ട് ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ബസ് ഇറങ്ങിയിട്ട് അവിടെ നടന്നു വരുമ്പോൾ ഫുൾ പോലീസ് ജീപ്പ്, വീടിന്റെ ചുറ്റു പോലീസ്, ന്യൂസുകാർ, പേപ്പർ എല്ലാവരും ഉണ്ട്. പിറ്റത്തെ ന്യൂസ് പേപ്പറിൽ നോക്കുമ്പോൾ തീവ്രവാദി ആധാർ ഖാന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ബോംബെല്ലാം കൊണ്ടുപോയി എടുത്തിട്ട് എന്നല്ല ന്യൂസ്. അന്ന് നമ്മൾ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ നമുക്ക് മാത്രമേ അറിയൂ. എന്താ നമ്മളെ ചെറിയ പ്രായം 10th എക്സാം ടൈം, നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഈ ഉപ്പാനോർ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ കൂട്ടിച്ചു. പിന്നെ ഒരാഴ്ചത്തേക്ക് ഒരു ഇതും ഇല്ല. പിന്നെ ഈ ഉപ്പാനെ ഈ അടിച്ച് പിടിച്ച് അടിച്ചിട്ടല്ലോ ഇവർ കുറ്റം സമ്മതിപ്പിക്കല്, ഓർ പറഞ്ഞ പോലെ കണ്ട് ഓർ അത് ചെയ്ത് പിന്നെ സെക്കൻഡ് പി സി വരെ എങ്ങനെയല്ലോ നീക്കി പഠിച്ചിട്ട് പിന്നെ പഠിപ്പിക്കാൻ ആളില്ലായിട്ട് പിന്നെ പഠിപ്പ് നിർത്തി, വീട്ടിലേ ആയി. തീവ്രവാദിന്റെ ഭാര്യയല്ല പണിയെടുക്കുന്നത് ഗവൺമെന്റ് അങ്ങ് ഇതില്. അപ്പോൾ ഓർ പണി ഓഫീസിൽ അങ്ങ് പോയിട്ട് എഴുതി കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഉപ്പ ഇല്ല, ജയിലിലാണെങ്കിൽ 17 കൊല്ലം നമുക്ക് ഉപ്പ അവിടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ ഉണ്ടേനു. ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. ഒരു മരിച്ചിട്ടൊരു നായിന്റെ ഉപ്പാൻ എന്തോ നായിനിട്ട് കളിക്കുന്ന പോലെ ഓർ അങ്ങോട്ടും ഉന്തി കളിക്കുന്നു, ഇപ്പുറത്തും ഉന്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 12ക്ക് മരിച്ച ആളെ 3 മണിക്കുണ്ട് ഓറ ഇതിൽ കൊടുത്തിട്ടില്ല ന്യൂസിൽ. ഉപ്പ പുറത്ത് ഹോസ്പിറ്റലിന്റെ പുറത്ത് മരിച്ചിന്. ജയിലിൽ പോകുന്നവരെ ഉപ്പ നമ്മളെ നല്ലോണം നോക്കിന്. നമുക്ക് തിന്നാനും നമ്മളെ മക്കളെ പൊന്നു പോലെ നമ്മൾ ഉപ്പ നോക്കിന്. ആ 17 ഉപ്പ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മ അനുഭവിച്ചത് ഒരാൾക്കും അറിയില്ല. എന്താ പറയുക, നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. തീവ്രവാദികൾ പിന്നെ അങ്ങോട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടേനു, പക്ഷെ ഇതില്ല, പഠിക്കാനില്ല, മാർഗമില്ല. പിന്നെ ഇതന്നെ തീവ്രവാദികളെ മക്കൾ ഇതിൻ്റെ ഒരു പേര് നമുക്ക് വന്നു. എവിടെ പോലും അത് തന്നെയാണ്. 2008 കർണാടക കൂർഗ് ജില്ലയിലെ വീരാജ്പേട്ട സ്വദേശിയായ അബ്ദുൽ ഖാദറിനെ ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതി ചേർത്ത് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കേസുമായി ബന്ധമില്ലാത്ത അബ്ദുൽ ഖാദറിനെ മാപ്പുസാക്ഷിയാക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. അതിന് തയ്യാറാവാതിരുന്നപ്പോൾ അദ്ദേഹത്തെ 31ാം പ്രതിയായി കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു. ചുമത്തപ്പെട്ട കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ 3 വർഷമായിരുന്നു അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന പരമാവധി ശിക്ഷ. എന്നാൽ അബ്ദുൽ ഖാദർ ഉൾപ്പെടെയുള്ളവർ UAPA ചുമത്തപ്പെട്ട് കഴിഞ്ഞ 18 കൊല്ലമായി പരപ്പന അഗ്രഹാര ജയിലിലാണ്. വിചാരണ പോലും തുടങ്ങാനാവാതെ 1.5 പതിറ്റാണ്ടിലധികം കാലം ജയിലിൽ. താൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുന്നതും കാത്ത് ജയിലിൽ കഴിഞ്ഞ അബ്ദുൽ ഖാദർ 2026 ജൂൺ 12 വെള്ളിയാഴ്ച ജയിലിൽ വെച്ച് അവസാന ശ്വാസം വലിച്ചു. അബ്ദുൽ ഖാദറിന്റെ മകൾ ഹൈറുന്നിസ മക്തൂബിനോട് സംസാരിക്കുന്നു. 10th എക്സാം ടൈം, മിഡ് എക്സാം എഴുതിയിട്ട് ഞാൻ വരുന്നത് വൈകുന്നേരം വരുമ്പോൾ ബസ് ഇറങ്ങിയിട്ട് അവിടെ നടന്നു വരുമ്പോൾ ഫുൾ പോലീസ് ജീപ്പ്, വീടിന്റെ ചുറ്റു പോലീസ് ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾക്കറിയില്ല ഇതെന്താ സംഭവം. നോക്കുമ്പോൾ ഉപ്പാനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നോറ്. അപ്പൊ ഞാൻ ഇതെന്തോ, ഞങ്ങൾക്ക് അപ്പം തന്നെ ഇതായി. നോക്കുമ്പോൾ ന്യൂസുകാർ, പേപ്പർ എല്ലാവരും ഉണ്ട്. പിറ്റത്തെ ന്യൂസ് പേപ്പറിൽ നോക്കുമ്പോൾ തീവ്രവാദി ആധാർ ഖാന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ബോംബെല്ലാം കൊണ്ടുപോയി എടുത്തിട്ട് എന്നല്ല ന്യൂസ്. പിറ്റേ നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ക്ലാസ്സിൽ കുട്ടികളെല്ലാം തീവ്രവാദിന്റെ മോള് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ദിവസം സ്കൂളിൽ പോകാണ്ട് ലീവാക്കിയിട്ടിരുന്നു. ഞാൻ നല്ല പഠിക്കുന്നുണ്ടായിരുന്നു. 10th എക്സാം നല്ല മാർക്ക് എടുക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഈ ഇപ്പാൻ്റെ ഈ ജയിലിൽ പോയി കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കുറേ ആബ്സെന്റ്. എന്താ പറയുക, നമുക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലാ ക്ലാസ്സിലെ കുട്ടികളെല്ലാം അങ്ങനെ പറയാം, തീവ്രവാദിന്റെ മോള് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ ഒരു 2 മാസത്തോളം സ്കൂളിൽ പോകാണ്ടിരുന്നു. എക്സാം ടൈമിന്റെ അടുത്താകുമ്പോൾ അങ്ങനെ ലാസ്റ്റ് മിസ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ വരാണ്ടൊക്കെണ്ട, എക്സാമിനെങ്കിൽ നീ വരണോ. അങ്ങനെ എക്സാമിന് പോയി നോക്കുമ്പോൾ എക്സാം ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഉപ്പ ഇല്ലല്ലോ. ഉപ്പ പോവും, ഇവർ ബാംഗ്ലൂർ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകും. എന്നിട്ടൊരു 5-8 ദിവസം കഴിഞ്ഞാൽ വിടും. പിന്നെ ഈ നസീറിനെ ബംഗ്ലാദേശ് വെച്ചിട്ടാണ് പിടിക്കുന്നത് കുറെ കണ്ട്. അതിന്റെ ശേഷമാണ് പിന്നെ ഉപ്പാനെ സ്ഥിരമായിട്ട് അവിടെ ബെൽഗാം ജയിലിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ 10th എക്സാമിൽ ലാസ്റ്റ് എനിക്ക് വലിയ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. 370, 600-ൽ 370 മാർക്ക് കിട്ടി. പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നില്ലായിരുന്നു ഉമ്മാന്. പിന്നെ ഉമ്മ പറഞ്ഞു, പോട്, പഠിപ്പിക്കാനൊന്നും ഇതില്ല, ആരും നമുക്കെല്ലാം നല്ല പഠിക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഇവന് ഒരേ ഒരു വയസ്സിന് മൂത്തേ ഇവൻ പണിക്കോയി ആഴ്ചക്ക് 100 റുപ്യ കിട്ടും. ഉമ്മ അങ്കനവാടി പണിയെടുത്താൽ എത്ര 1500 ആ സമയം, 10 കൊല്ലം മുമ്പ് അത്രയും കിട്ടും. അതിൽ ബസ്സിനെ വേണോ, അനിയത്തിയും ഉണ്ട്, ഞാനും ഉണ്ട്. ഓൻ പഠിക്കുന്നുണ്ടായിട്ടില്ല, എന്നാലും ഓനിങ്ങനെ പോയി നമുക്ക് 100 റുപ്യക്ക് നയിച്ചു കൊണ്ടുത്തരും, നമ്മളെ സ്കൂൾ കഴിക്കും.
പിന്നെ സെക്കൻഡ് പി സി വരെ എങ്ങനെയല്ലോ നീക്കി പഠിച്ചിട്ട് പിന്നെ പഠിപ്പിക്കാൻ ആളില്ലായിട്ട് പിന്നെ പഠിപ്പ് നിർത്തി വീട്ടിലേ ആയി. ഉം. പിന്നെ ഉപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ പോവും. ഉപ്പാനെ അതിൻ്റെ ഉള്ളിൽ ജയിലിൽ കാണുമ്പോഴത്തേക്ക് നല്ല ഉഷാറുണ്ടായിന് പോകുമ്പോൾ. പിന്നെ നോക്കുമ്പോൾ കാലിൻ്റെ വിരലും മുറിച്ച്. എന്നിട്ട് ഇപ്പോൾ കോടതി വിധി വന്നതാണ്. ഉം. മെയ് 16 CCH പറഞ്ഞ 50 പറഞ്ഞ കോടതി വിധി പറഞ്ഞു ഉപ്പാനെ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെൻറ്റ് പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്നാലേ ഇവർ ബാക്കിയാവും. ശ്വാസം മുട്ടൽ എപ്പോൾ എന്നോട് ഫോണാക്കി പറയും. അപ്പോൾ ഒരിക്കൽ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ ഉപ്പാനോടേ പറഞ്ഞോളൂ, നിങ്ങളൊരു കിഡ്നി ഫുള്ള് പോയി, ഒരു കിഡ്നി 30% ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ജയിലത്തെ ഇതിൽ കോളാക്കും. എല്ലാവർക്കും ആക്കൂല, ഒരാഴ്ച ഓനെ വിളിച്ചാൽ പിറ്റത്താഴ്ച എന്നെ വിളിക്കും. അപ്പോൾ പറയും ഞാനിപ്പോൾ അടുത്തായിട്ട് പോകും മോളെ, എൻ്റെ കിഡ്നിയെല്ലാം ഫുള്ള് പോയി, നീ എന്നെ കാണാൻ വരണം. ഞാൻ കുറേ ആയി പോവാണ്ട്. എന്തായാലും എനിക്ക് പോയാൽ അവിടെ നിന്ന് ഉപ്പാനെ കാണാൻ കഴിയില്ല. നമ്മളിപ്പോൾ പ്രസവിച്ചിട്ട് കുട്ടികളെ എടുത്തിട്ടൊന്ന് ഉപ്പാക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അതും അത്ര സ്ട്രിക്റ്റ് അതിൻ്റെ ഉള്ളിൽ, അവനൊന്നും കയറ്റൂല. ഒരു സാധനം തിന്നാൻ പൂതിയാകുമ്പോൾ അത് വേണോ ഇത് വേണോ എന്നെല്ലാം പറയും. മീൻ കൊണ്ടുവരണോ നോക്കുമ്പോൾ ഒന്നും ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ ഇപ്പോൾ പോയിട്ട് 10 കൊല്ലമായി കാണാൻ പോയിട്ട്. നിങ്ങൾ 10 കൊല്ലമായിട്ട് പോയിട്ടില്ല? ഇല്ല, എന്തായാലും എനിക്ക് പോകാൻ കഴിയില്ല. എനിക്ക് എൻ്റെ ഉപ്പാനെ അങ്ങനെ കാണാൻ കഴിയില്ല. പോയി കുട്ടീനെ ഞാൻ എൻ്റെ ചെറിയ മോനെ പ്രസവിച്ചിട്ട് കുട്ടീനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഇപ്പോൾ പെരുന്നാളിനെ കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ പറഞ്ഞു ഞാൻ ഒന്നിക്കെ വരുന്ന ചൊവ്വാഴ്ച പുറത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, നീ നിൻ്റെ മാപ്പിളിനും കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വരണം എന്നെ ഒന്ന് കാണാൻ. അങ്ങനെയെല്ലാം പറഞ്ഞതാ. ചൊവ്വാഴ്ച ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല, അതാ വെള്ളിയാഴ്ച മരിച്ചു. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഉപ്പ ഇല്ല, ജയിലിലാണെങ്കിൽ 17 കൊല്ലം നമുക്ക് ഉപ്പ അവിടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഒരു മരിച്ചിട്ടൊരു നായിൻ്റെ 12:35 മരിച്ച് വെള്ളിയാഴ്ച. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നത് 3 മണിക്ക്. പുറത്ത് ഹോസ്പിറ്റലിൽ ഒരു കൊണ്ടുപോകുന്നത്, അതും ആംബുലൻസ് ഇല്ല. ഒരു കൊണ്ടുപോയി പോലീസ് ജീപ്പിൻ്റെ ബാക്കിൽ ഇട്ടിട്ട് ഒരു നായിനെ കൊണ്ടുപോകുന്ന പോലെ ആക്കിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ. അതും എൻ്റെ അടുത്തെല്ലാം ഉണ്ടായി. ഓള് ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ഓളെ ഭർത്താവും ഇവനെല്ലാം ഉണ്ട് അവിടെ. ഒരു വട്ടം മുഖം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നില്ല. ഒരു മോർച്ചറി ബാക്ക് കൂട്ട്, ഹോസ്പിറ്റലിന് മുമ്പ് കൂട്ടമല്ല, ഒരു ബാക്ക് സൈഡ് കൂട്ട് ഉപ്പാനെ കയറ്റി. അങ്ങനെ KMCC വിളിച്ച് ഇതാക്കിയിട്ട് ഒച്ചപ്പാടാക്കിയിട്ട് ഒരു വട്ടം ഉപ്പാൻ്റെ മുഖം ഓക്ക് മാത്രം കാണിച്ചു കൊടുത്തി. ഇവനക്കൊന്നും കാണിച്ചു കൊടുത്തില്ല. ഓളാടുന്ന് ഒച്ചപ്പാടാക്കി ഉപ്പാനെ കാണണം പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വട്ടം ഉപ്പാൻ്റെ മുഖം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഓള് പറയുന്നു ഉപ്പാനെ എന്തോ നായിനിട്ട് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഉന്തി കളിക്കുന്നു, ഇപ്പുറത്തും ഉന്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. 12:30 മരിച്ച ആളെ 3 മണിക്കുണ്ട്. ഓറ ഇതിൽ കൊടുത്തിട്ടില്ല ന്യൂസിൽ. ഉപ്പ പുറത്ത് ഹോസ്പിറ്റലിൻ്റെ പുറത്ത് മരിച്ചിന്. അതിൻ്റെ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ മരിച്ചു. നോക്കുമ്പോൾ 12:30 ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മരിച്ചിന്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഒരാളുണ്ട്, ഓറ ഭാര്യനെ മറ്റേ കോളിൽ വിളിച്ചിട്ടാകുമ്പോൾ പറഞ്ഞിന്. ഇതല്ല സാധാ മറ്റേ കോളില്ലേ ഒരു റെക്കോർഡ്. അപ്പം ഇതല്ല ഉപ്പാൻ്റെ മറ്റേ കേസില്ലേ 22/16 കൊടുത്ത കേസ്. ഒരു മറ്റേ പുറത്ത് ഹോസ്പിറ്റലിൽ ഇത് ട്രീറ്റ്മെൻറ്റിന് കൊടുക്കണോ പറഞ്ഞിട്ടുണ്ടായി. അത് ഇവർ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പ്രതികൾ ഒച്ചപ്പാടാക്കിയല്ലോ അടുത്ത CMOൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞോളൂ ഇയാൾക്കൊരു സൂക്കേടൊന്നുമില്ല, ഇതിനെക്കൊണ്ട് ഇയാളെ പുറത്ത് കൊണ്ടുപോകണ്ടാകും. അങ്ങനെ അയാൾ എന്താക്കി, ഈ മറ്റേ സാധാ കോളിൽ വിളിക്കുമ്പോൾ അയാളെ ഭാര്യനോട് പറഞ്ഞോളൂ ഖാദർഖാൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് നിങ്ങളൊന്ന് പറയണം. അങ്ങനെ ഓറെ മോള് എന്നെ വിളിച്ചിന്. ഞങ്ങൾ ഉപ്പാക്ക് 22-ന് ഇത് വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല അല്ല പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ അതിന് ഇവന് വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു. വക്കീലിൻ്റെ അടുത്ത് റെക്കോർഡ് ഉണ്ട് ഫോണിൽ ഇങ്ങനെ പറഞ്ഞതിൻ്റെ. നോക്കുമ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല എൻ്റെ ഉപ്പാക്ക്. എന്തായാലും വിധി എന്തായാലും വരും. നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞതാണ് ഞാൻ വരൂ, ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വരും. എൻ്റെ അടുത്ത് ഞാൻ കണ്ണൂരാണ്. 1 മാസം നിൻ്റെ അടുത്ത് വന്ന് എനിക്ക് നിൽക്കണോ, മീന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, നീ ചെമ്മീനും അയക്കൂറെല്ലാം ആക്കിയിട്ട് വെക്കണോ എന്നെല്ലാം ഫോണിൽ പറഞ്ഞതാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് വിളിച്ചിട്ടാകുമ്പോൾ നമ്മൾ ഇത്ര വേഗം പോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. ഉപ്പ എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. ഉപ്പ ജയിലിൽ പോകുന്ന സമയം നമ്മളെല്ലാം ചെറിയ കുട്ടികളാണ്. പിന്നെ നമ്മൾ ഉപ്പാൻ്റെ ഒപ്പം നിന്നിട്ട് ജയിലിൽ പോകുന്നവരെ ഉപ്പ നമ്മളെ നല്ലോണം നോക്കി. നമുക്ക് തിന്നാനും നമ്മളെ മക്കളെ പൊന്നു പോലെ നമ്മൾ ഉപ്പ നോക്കിന്. ആ 17 ഉപ്പ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മ അനുഭവിച്ചത്
ഒരാൾക്കും അറിയില്ല. എന്താ പറയുക, നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. തീവ്രവാദികൾ എൻ്റെ ഉമ്മാനെ അംഗനവാടി പണി കുറേ ഒഴിവാക്കാൻ നോക്കി. ഇവിടുത്തെ ആൾക്കാർ കൂടിയിട്ട് എന്താ പറയുക, തീവ്രവാദിൻ്റെ ഭാര്യയല്ല പണിയെടുക്കുന്നത് ഗവൺമെൻറ് ഇതില്. അപ്പോൾ ഓരോ പണി ഓഫീസിൽ അങ്ങ് പോയിട്ട് എഴുതി കൊടുത്ത് ഉമ്മാനെ പണിയിൽ കൂട്ടാൻ പറ്റൂല ആർക്ക്. പിന്നെ എൻ്റെ ഉമ്മ കുറേ കൊല്ലം 10-28 കൊല്ലമായി അംഗൻവാടി. ഇപ്പം പിന്നെ ഹാർട്ട് പ്രശ്നമാണ്. ഉമ്മാൻ്റെ ഒരു ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ സർജറി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് ഉമ്മക്കും സുഖമില്ല. ഉമ്മാക്കൊക്കെ ഇപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ കണ്ണൂർ ധനലക്ഷ്മിയിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ആദ്യം ജയദേവൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഉമ്മാക്കും ഇപ്പോൾ നമ്മളെ ഉപ്പ ജയിലിൽ പോകുമ്പോൾ എൻ്റെ ഉമ്മക്ക് 37 വയസ്സാണ്. ഇപ്പം 56 വയസ്സാണ് നമ്മളെ ഉമ്മക്ക്. ഇപ്പം ഫുള്ള് രോഗിയാണ്. ഷുഗർ എപ്പോൾ നോക്കുമ്പോൾ 500, 600. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറിൻ്റെ അടുത്ത് അവിടെ പോയപ്പോൾ 480 ഷുഗർ. എന്നിട്ട് ഡോക്ടർ ചോദിക്കുക, എന്താ ഉമ്മ നിങ്ങൾക്ക് ഇത്ര, മാസം 5000 റുപ്യൻ്റെ മരുന്ന് വേണം, ഗുളിക മരുന്ന്. അപ്പോൾ ഞാനാ നടന്ന് മേടിച്ചിട്ട് ബസ് കൊടുത്തേക്കാന്. അപ്പോൾ ഡോക്ടർ പറയും, ഉമ്മ ഇങ്ങനെ ഗുളിക കുടിച്ചാൽ നിങ്ങളെ കിഡ്നിയെല്ലാം അടിച്ചു പോകും. ടെൻഷൻ ഇതന്നെ, ഉപ്പാൻ്റെ കാര്യം ഈ ജയിലിലല്ലേ. അപ്പം ഇങ്ങനെ ഇത് ആലോചിച്ച് പ്രഷറും കൂടും, ഷുഗറും കുറേ ഇല്ല. ഇൻസുലിനിലാണ് ഇപ്പോൾ. ഷുഗറിൻ്റെ ഗുളിക ഉണ്ട്, ഇൻസുലിനും ഇങ്ങനെ ഇതന്നെ. ഇപ്പം ഉപ്പ മരിച്ചതിന് പിന്നെ തീരെ കഴിയുന്നില്ല, കടന്നെടുത്തന്നെ. നിങ്ങൾക്ക് എന്താ ഇനി നാട്ടുകാർക്കും ജനങ്ങൾക്ക് എന്താ നിങ്ങൾ പറയാൻ? ഒരാളെ ഇങ്ങനെ വെറുതെ നമ്മളെ കുട്ടിക്കാലോ നമ്മളെ ഇതും എല്ലാം നമ്മളെ ഉപ്പ ഇല്ലാണ്ട് നമ്മൾ കഴിച്ചു വിട്ട്. ഇനി ഒരാൾക്ക് ഇതുപോലത്തെ ഒരു വിധി വരരുത്. ഒരു മക്കൾക്കും ഉപ്പ ഇല്ലാണ്ട് ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് നമ്മളെ 17 എൻ്റെ ഉമ്മാൻ്റെ കാലം മുഴുവനും ജയിലിൽ കഴിച്ച് കൂട്ടി ഇപ്പം രോഗികളായി രണ്ടാളും. നമ്മളെ വലിയ ഉപ്പ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഇനി ഒരു മക്കൾക്ക് ഇതുപോലെ ഒരു വിധി വരരുത്. കള്ളക്കേസ് ഈ 17 കൊല്ലം ഇത്ര വിചാരണ നീട്ടിവെച്ച കേസ് ഇന്ത്യയിലില്ല. വിധി വരേണ്ട 17 കൊല്ലം നീട്ടി ഇപ്പം ഈ മാസം ലാസ്റ്റ് വരുന്ന തീരും പറഞ്ഞിട്ട് ഇവർ കോടതി ഇങ്ങനെ മാറ്റി വേറെ ജഡ്ജ് അങ്ങനെ ഇതാക്കിയിട്ടാണ് ഈ 18 കൊല്ലം. ഒരു 17 കൊല്ലമാണ് കേസ് രജിസ്റ്റർ. പക്ഷെ നമ്മളെ കണക്കിന്, എൻ്റെ കണക്കിന് 10th ലാസ്റ്റ് സമയമാണ് ഉപ്പാനെ പിടിച്ചത്. അത് കൂട്ടിയില്ല. ഒരു വിചാരം ഇങ്ങനെ പോയും വരുത്തും. അന്ന് നമ്മൾ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ നമുക്ക് മാത്രമേ അറിയൂ. എന്താ പറയുക, നമ്മളെ ചെറിയ പ്രായം 10th എക്സാം ടൈം നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഈ ഉപ്പാനോറ് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ കൂട്ടിച്ചു. പിന്നെ ഒരാഴ്ചത്തേക്ക് ഒരു ഇതും ഇല്ല. പിന്നെ ഈ ഉപ്പാനെ ഈ അടിച്ചിട്ടല്ലോ ഇവർ കുറ്റം സമ്മതിപ്പിക്കല്. ഓർ പറഞ്ഞ പോലെ കണ്ട് ഓർ അത് ചെയ്ത് പറയണമെന്ന് പറയും. അന്ന് നിങ്ങളെ മാപ്പുസാക്ഷിയാക്കിയിട്ട് വിടാം. ഓർ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് നമ്മളെ ഉപ്പാനോട് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ വിടാം. എൻ്റെ ഉപ്പ പറഞ്ഞു, വേണ്ട അങ്ങനത്തെ ഇത് നിനക്ക് പുറത്തിറങ്ങണ്ട പറഞ്ഞിട്ടാണ് എൻ്റെ ഉപ്പ ഈ 17 കൊല്ലം അതിൻ്റെ ഉള്ളിൽ കടന്ന്. ഇല്ലാത്ത കേസ് കെട്ടിച്ചമച്ചിട്ട് എൻ്റെ മോളെല്ലോ, എൻ്റെ കല്യാണത്തിന് എൻ്റെ ഉപ്പ ഉണ്ടായിട്ടില്ല. എൻ്റെ കല്യാണമല്ലോ അത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഉപ്പ ഇല്ലല്ലോ. നമ്മളെ ഉപ്പ ജയിലാണ്ട് നമുക്ക് അങ്ങനെ ആലോചന ഒന്നും വരില്ല. എന്താ പറയുക, തീവ്രവാദിൻ്റെ മക്കളാണ് നമ്മൾ. അപ്പോൾ വരില്ല. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ രണ്ടാളെ മംഗലം കഴിപ്പിച്ചത്. ഏടത്തിൻ്റെ മംഗലം കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ഓളെ നമ്മൾ ഒഴിവാക്കിയപ്പോൾ പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചത്. 3 മോന് എൻ്റെ 1 വയസ്സിന് വലുതാണെങ്കിൽ നമുക്ക് ഒരു ഉപ്പാൻ്റെ സ്ഥാനം തോന്നി പഠിപ്പിച്ച്. ഓൻ പഠിക്കാണ്ട് 100 റുപ്യക്ക് പണിയെടുത്തിട്ടാണ് നമ്മളെ ഓന് +2 വരെ പഠിപ്പിച്ചത്. പിന്നെ അങ്ങോട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടേനു, പക്ഷെ ഇതില്ല, പഠിക്കാനില്ല, മാർഗ്ഗമില്ല. പിന്നെ ഇതന്നെ തീവ്രവാദികളെ മക്കൾ എന്നതിൻ്റെ ഒരു പേര് നമുക്ക് വന്നു. എവിടെ പോലും അത് തന്നെയാണ്. ജയിലില് നിങ്ങൾ ഇപ്പോൾ ഉപ്പാനെ വിളിക്കുമ്പോൾ ഉപ്പ എന്തെങ്കിലും പറയലുണ്ടോ? ജയിലിന്റെ അവസ്ഥ എങ്ങനെയാണ്? ജയിലിലെ അവസ്ഥ മര്യാദയ്ക്ക് ഫുഡില്ല. പരിപ്പ് കറി, വേഗം ഗ്യാസ് തരും. ഇപ്പം തിന്നൂല. ഗ്യാസ് തരുന്നതുകൊണ്ട് ഉപ്പാക്ക് പ്രശ്നം. പിന്നെ ഈ 2-3 മാസമായി ഉപ്പാക്ക് എന്തെങ്കിലും ഒന്ന് തിന്നുമ്പോഴത്തേക്ക് ഛർദ്ദി. ഈ കിഡ്നീൻ്റെ പ്രശ്നം, കിഡ്നി ഇതിൻ്റെ ആയതുകൊണ്ട് ഒന്നും തിന്നാൻ കഴിയില്ല. എന്തെങ്കിലും തിന്നുമ്പോഴത്തേക്ക് അങ്ങനെ ഛർദ്ദിക്കും. എന്നോട് പറയും, മോളെ ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ട് ജീവിക്കുന്നത്. ഫുൾ തടിയെല്ലാം ക്ഷീണിച്ച്. അപ്പോൾ ഞാൻ ചോദിക്കും, ഉപ്പ എന്താ ഇങ്ങനെ? അനി പറഞ്ഞല്ലോ ഉപ്പ ഇങ്ങനെ മെല്ലെ പോവുകയെന്ന്. അപ്പം പറയാം, ഞങ്ങൾക്ക് 2 മാസമായി ഒന്നും തിന്നാൻ കഴിയാണ്ട് വയറ്റിലേക്ക് ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് ഛർദ്ദി. എന്നിട്ട് പോലും ഒരു പുറത്തേക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഒന്നും അങ്ങനെ പറയില്ല. എന്താ പറയുക, നമുക്ക് പ്രയാസം ബുദ്ധിമുട്ടാവണ്ട പറഞ്ഞിട്ട് നമ്മളൊന്ത് ചോദിച്ചാലും പറയില്ല. എല്ലാം
ആ കാലിൻ്റെ വിരൽ മുറിച്ചിട്ട് പഴുപ്പ് കയറിയിട്ട് പുഴു വന്നിട്ടുണ്ട് ഈ ഉള്ളിൽ. 2 കൊല്ലം വരെ മുറിച്ചിട്ട് പഴുപ്പ്. ഞാൻ ചോദിക്കും ഉപ്പ എങ്ങനെയുണ്ട്, ഉപ്പ ആ മോളെ ഉണങ്ങീനി, ഉണക്കുണ്ട് എന്നേ പറയും. നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പുഴു വന്നിട്ട് പിന്നെ മുകളിലേക്ക് മുറിക്കണോ പറഞ്ഞിട്ടുണ്ടായത് കാല്. എന്തോ നമ്മൾ ഓത്തു ഇതിനെ കൊണ്ട് അല്ലാണ്ട് ഒരു ഇതിനെ കൊണ്ട് അത് പിന്നെ അങ്ങനെ ഉണങ്ങി. കാലിനൊന്നും ഇതില്ല, ശേഷിയില്ലാണ്ടായി പോയി. കാലിന് എന്തായാലും അറിയില്ല. കാല് ഈ മരം തെരിച്ച പോലെ ആയിട്ട് ആ കാലിൽ മുറി വിരൽ പഴുത്തിട്ട് പോലും അറിഞ്ഞിട്ടില്ല. ഈ ഷുഗറായിട്ട് അപ്പോൾ ഈ പഴുപ്പ് മുകളിലേക്ക് കയറിപ്പോയി. ഈ തണുപ്പിന് ഷൂ ഇടുന്നോണ്ട് ഇത് പഴുപ്പ് അറിഞ്ഞിട്ടില്ല. പിന്നെ ഉപ്പ ചിലപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ട്, അങ്ങനെയെല്ലാം പറയുമ്പോൾ ഉപ്പ എന്തോ പറയലുണ്ടാ? ഉപ്പാക്ക് എന്തോ പ്രതീക്ഷ ഉണ്ടായ? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കുറേയൊക്കെ അറിയില്ലേനു ഉപ്പ ജയിലിലാന്ന്. എൻ്റെ ഭർത്താവിന് മാത്രമേ അറിയൂ, ഓറും ഏട്ടത്തിയനിയത്തിമാർക്ക്. പിന്നെ നമുക്ക് ഇതിങ്ങനെ നമുക്കൊരു മനസ്സിലൊരു പേടിയാണ്. എന്തെങ്കിലും ന്യൂസിൽ ഇങ്ങനെ വരുമ്പോൾ അറിയോ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, എന്താ നമ്മൾ ഉപ്പ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടല്ലല്ലോ ഉപ്പ പോയി കിടക്കുന്നത്, വെറുതെ ഒരു കുറ്റം. എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു. അത് എന്നാലും നമുക്കൊരു മനസ്സിലൊരു ഇതാ, ആരെങ്കിലും തീവ്രവാദികളെ മക്കൾ എന്നൊരിത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവൂലേ. അങ്ങനെയല്ല നമ്മളെ 10, 17, 18 കൊല്ലം നമ്മളെ ചെറിയ ബാല്യജീവിതം ഫുള്ളും അങ്ങനെ പോയി. നിങ്ങളെ മക്കളടുത്ത് നിങ്ങൾ എന്താ പറയല്? ചിലപ്പോൾ ചോദിക്കുമല്ലോ. എൻ്റെ മോൻ ചോദിക്കും, ഖാദറുപ്പാൻ എന്തിനുമ്മ ജയിലിൽ പിടിച്ചത്, എന്താ ചെയ്തിട്ട് ജയിലിൽ പിടിച്ചത്. അപ്പം ഓർക്ക് ജയിലെന്ന് പറയാൻ ഓർ ചോദിക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ എൻ്റെ ഉമ്മാനെ മാത്രമേ അധികം കാണൂ. അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നാലും അപ്പം എൻ്റെ അടുത്ത് നാട്ടുകാരെല്ലാം ചോദിക്കും, എനിക്ക് ഉപ്പയില്ലേ, ഉപ്പാനെ ഇതുവരെക്കും കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ നാട്ടുകാരോടെല്ലാം പറയും, എൻ്റെ ഉപ്പ ബാംഗ്ലൂരാന്ന്, അവിടെ തന്നെ പണിയാന്ന്, ഇങ്ങോട്ട് വരുത്തില്ല എന്ന് അങ്ങനെ പറയാം. എൻ്റെ മോൻ ചോദിച്ചപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഉപ്പ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഖാദറുപ്പാനെ ഒരു കേസിൽ ഉപ്പാനെ പിടിച്ചതാണ്. എൻ്റെ 2 മക്കളും ചോദിക്കും, ചെറുതാണ്, എന്താ ഖാദറുപ്പ ജയിലിൽ കൂട്ടിയിട്ട് പോവല്ലോ. അപ്പം ഇങ്ങനെ ചോദിക്കും, എന്ത് ചെയ്തിട്ട് കൊന്നിട്ടാണോ. ഒരാളെ കൊന്നിട്ട് പോയാൽ 4 കൊല്ലത്തിലല്ലോ ഇറങ്ങി വരും. അപ്പോൾ ചോദിക്കും, ഖാദറുപ്പ ഈ 10, 17 കൊല്ലം ജയിലിൽ കിടക്കാൻ എന്താ തെറ്റ് ചെയ്തത്, അത്ര വലിയ എന്തെങ്കിലും കുറ്റമാണോ ചെയ്തത് എന്ന് ചോദിക്കും എൻ്റെ മോന്. ഞാൻ പറയാം, അള്ളാൻ്റെ ഒരു ഇതായിരിക്കും. പിന്നെ ഇതന്നെ, നമ്മളൊരു മുസ്ലിം ആയെന്നുള്ളൊരു ഇതായോണ്ടാന്ന് നമുക്കൊരു നീതി കിട്ടിയില്ല. നമ്മളെ ഉപ്പാക്ക് ബാഗ് അടക്കം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രസ്സെല്ലാം ഹട്ടിയാക്കി. ഇവ മേനന്ന് പോയിട്ട് തിരിച്ചു വരാൻ എല്ലാം ഒതുക്കി വെച്ച് എല്ലാം ആക്കി സെറ്റാക്കി വെച്ചത്. എന്താ പറയുക, ഈ മാസം വിചാരണ തീരും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിന് വല്ലാണ്ട് സന്തോഷമുണ്ട്. എന്താ പറയുക, നമ്മളെ വീട്ടിലേക്ക് വരാം. കുറച്ച് ദിവസം എന്നോട് പറഞ്ഞതാണ്, പേരക്കുട്ടികളൊപ്പരോ ഞാൻ മരിക്കുന്ന, എനിക്ക് മരിക്കുമ്പോൾ ജയിലിൽ മരിക്കണ്ട, എപ്പോൾ ഫോണാക്കിയാണ് ദുവർക്കണോ നീ ഉപ്പ പൊരക്കെത്തിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് ദുവർക്കണമെന്ന് എപ്പോൾ എന്നോട് പറയും. ഞാൻ പറയും, ഇല്ല ഉപ്പാക്ക് അത്ര പഠിച്ചോൻ അങ്ങനെ ഒന്നും ആക്കൂല, ഇത്ര കൊല്ലം നമ്മളെ വിട്ട് നിന്നില്ല, അപ്പോൾ പഠിച്ചോ അങ്ങനെ ആക്കൂല എന്ന് എപ്പോൾ പറയലുണ്ട്. നോക്കുമ്പോൾ പഠിച്ചോൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പോയി. ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ട് എൻ്റെ ഉപ്പാനെ കൊന്നു. ഉപ്പ മരിച്ചത് ഉപ്പാനെ കൊന്നോറും അടുത്ത CMയും CCയും കൂട്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല. കണ്ണ് കാണുന്നുണ്ടായില്ല, ഷുഗർ അധികമായിട്ട്. അങ്ങനെ 2 വട്ടം ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഫുള്ള് ഇൻഫെക്ഷനായിട്ട് കണ്ണ് ഫുള്ള് വീർത്തിട്ടുണ്ടായി. പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് ഇവൻ പോയിട്ടുണ്ടായി ബാംഗ്ലൂർ ജയിലിലേക്ക് ഉപ്പാൻ്റെ കണ്ണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് നീര് കണ്ണെല്ലാം പേർത്തിട്ട് ഈ വണ്ണം ഉണ്ടായിന്. ഒരു ഇതന്നെ എസ്കോട്ടില്ല, അതില്ല ഇതില്ല അവർക്ക് ഡിലേ. ഇങ്ങനെ കാണിക്കേണ്ട ഡേറ്റും കഴിഞ്ഞിട്ട് കുറേ അങ്ങ് ഡിലേ ചെയ്തിട്ടാണ് ഒന്ന് കാണിക്കാൻ. അത് ഒരാളടുത്ത് വർത്താൻ കാണിക്കും. ഇപ്പോൾ ഓനെല്ലാം പോയിനെങ്കിൽ തന്നെ മിണ്ടാനോ ഒന്നിനും അങ്ങനെ വിടലില്ല. ഇപ്പം വിക്ടോറിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിനെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ജയിൽ പോലെ തന്നെയാണ്, നെറ്റെല്ലാം അടിച്ചിട്ട് വെറും ഫുഡ് മാത്രം അവർ പറയുന്ന മരുന്ന് കൊണ്ടുപോയി കൊടുക്കത്തര, അല്ലാണ്ട് ഒരാൾക്ക് മാത്രം നിൽക്കുക. പിന്നെ കാണിക്കാൻ വർത്താനം പറയും ഒന്നുമില്ല. അങ്ങനെ അതാണ് ഞാൻ 10 കൊല്ലം പോവാത്ത. എന്തായാലും എനിക്ക് എൻ്റെ ഉപ്പാനെ അങ്ങനെ കാണാൻ കഴിയില്ല.